വെൽക്കം ടു ഡിവൈൻ ഡ്രോപ്സ്. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവധിയായിട്ടുള്ളൊരു ദിവസമാണ്. പക്ഷേ എനിക്ക് പുറത്ത് പോയിട്ട് KFC കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് മലയാളി, അതായത് നമ്മുടെ ഇന്ത്യൻ ഐറ്റംസും കൂടെ വാങ്ങിക്കാമെന്ന് കരുതുന്നു. അങ്ങനെ ഞങ്ങൾ ടോർക്കിക്ക് പോകാമെന്ന് കരുതുന്നു. ഞാൻ ഈ സ്ഥലത്തോട്ട് ടോർക്കിയിലോട്ട് പോകാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ, എനിക്ക് ഈ പോകുന്ന വഴിക്കുള്ള എന്താ പച്ചപ്പും ഹരിതാഭയും കുന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആസ്വദിക്കാനായിട്ട്. ഇപ്പം നമ്മളീ ഒരു പാലം, ടോർക്കിക്ക് പോകുന്നതിൻ്റെ ടിമോത്തിലുള്ളൊരു പാലമാണിത്. നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും, ധാരാളം കുന്നുകളും പച്ചപ്പും ഹരിതാഭയും നല്ല ബിൽഡിങ്സും വീടുകളും. ഈ പാലത്തിൻ്റെ താഴെയായിട്ട് ബോട്ടുകളൊക്കെ ഉണ്ട്. ട്രിപ്പ് പോകേണ്ടവർക്കും അല്ലാതെ ഫിഷിങ്ങിനൊക്കെ ആയിട്ട് അത് അങ്ങനെ ഇട്ടേക്കുന്നതാണ്. നമുക്കൊരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വഴി നമ്മൾ ടോർക്കയിലെത്തി. ഈ കാറ് പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പുറത്ത് പോകാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് കാറ് പാർക്കിംഗ് ആയിട്ടുള്ള ഏരിയയിലോട്ട് പോകാം. ഈ ടോർക്കെ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ധാരാളം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ ലാൻഡ് ട്രെയിനിനെ പറ്റിയും അങ്ങനെയുള്ള കുറേ എക്സ്പ്ലനേഷനൊക്കെയും നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ പോയി കാണണം. നമ്മൾ പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് പാർക്ക് ചെയ്തിട്ട് നടന്ന് പോയിട്ട് പർച്ചേസ് ചെയ്ത് തിരിച്ചു വരാമെന്നാണ് കരുതുന്നത്. പോകുന്ന വഴിക്കത്തെ വിഷ്വൽസാണ് ഇതൊക്കെ കാണുന്നത്. നല്ല ഗംഭീര ഭംഗിയാണ് ഈ സ്ഥലത്തൊക്കെ. വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. നമ്മൾ പാർക്കിങ്ങിലോട്ട് പോവാണ്. വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മൾ അതിൻ്റെ പേ ചെയ്താൽ മതി. അപ്പം നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. ഞാനൊന്നും ഇട്ടിട്ടില്ല, കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചത്. അപ്പം KFC കഴിക്കാനായിട്ട് ഞാൻ അവിടെ കയറിയിരിക്കുവാണ്. അപ്പം അച്ചാച്ചൻ എന്നോട് പറഞ്ഞു അവിടെ ഇരുന്നോളാൻ. ഓൾറെഡി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു, വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണ് അച്ചാച്ചൻ. ഞാൻ ഓർഡർ ചെയ്യുന്നത് ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ആ സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ സാധനം എത്തി, അത് കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം. മേടിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, പക്ഷേ ഞാൻ വിചാരിച്ച അത്രയും സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പം 2.50 പൗണ്ടാണ് നമ്മൾ പേ ചെയ്തത് പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. പോകുന്ന വഴിയിലുള്ള വിഷ്വൽസാണ് ഈ കാണുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ഒരു ഡ്രൈവൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഭയങ്കര റീഫ്രഷ് മൂഡാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ പുറത്തു പോകാനായിട്ട് ഇങ്ങനെ നിർബന്ധിക്കും, പുറത്തു പോകാം എന്ന് പറഞ്ഞുകൊണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഒരു ചെറിയൊരു കാറ്റുണ്ട്. ഇപ്പോൾ സമ്മർ ആണെങ്കിലും ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെയുള്ള വഴികളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ വളരെ ഇടുങ്ങിയ വഴിയാണ്, നാരോ ആയിട്ടുള്ള വഴിയാണ്. ഒരു ഓവർടേക്കിങ്ങോ അല്ലെങ്കിൽ ഹോണടിയോ ഒന്നും ഇവിടെ ഇല്ല. എല്ലാവരും നല്ല ക്ഷമയോടെ ഡ്രൈവ് ചെയ്യും. ആർക്കെങ്കിലും എളുപ്പം പോകണമെങ്കിൽ അവർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും, അതേ ഉള്ളൂ ഇവിടെ വഴി. അല്ലാതെ ആരും അക്ഷമയോടൊന്നും കാണിക്കത്തില്ല. ഇടയ്ക്ക് റോഡ് പണിയുടെ ഇടയ്ക്ക് അവിടെ സിഗ്നൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ റോഡ് സൈഡിലെ ഒരു വീഡിയോ എടുത്താണ്. ഒരു തരം ബെറിയാണിത്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ എല്ലാം റോഡ് സൈഡിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണാറുണ്ട്. ഈ റോഡുകൾ കണ്ടോ, ഇവരുടെ സ്ഥലങ്ങളൊന്നും ഇവരിങ്ങനെ നശിപ്പിച്ച് കളയത്തില്ല. ഇവർ നല്ലതായിട്ട് പച്ചപ്പൊക്കെ കാത്തു സൂക്ഷിക്കുകയും മരങ്ങളൊക്കെ സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെ കണ്ടിട്ടാണ് ഇവർ നമ്മുടെ നാട്ടിലോട്ട് വരുന്നത്. ഇപ്പം ഇവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ഡ്രൈവിങ് കണ്ടിട്ടൊക്കെ പേടിയാവുന്നതെന്നൊക്കെ എൻ്റെ കൊളീഗ്സൊക്കെ എന്നോട് പറയാറുണ്ട്. സോ ഇത് നമ്മൾ ഒരു മലയിറങ്ങി താഴോട്ട് വരുവാണ്. അപ്പോൾ ഈ വിഷ്വൽസ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാലം അപ്പുറം കിടക്കുമ്പം ചിലപ്പം ആ ബോട്ടൊക്കെ പാർക്ക് ചെയ്ത് നിൽക്കുന്ന കാണാൻ പറ്റുമായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, പാലത്തിൻ്റെ അടിയിൽ ബോട്ടും ഫെറീസൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെന്നുള്ളത്. നമുക്ക് ബുക്ക് ചെയ്യാം. 1 ഡേ 2 ഡേ അല്ലെങ്കിൽ 2-3 മണിക്കൂറൊക്കെ ആയിട്ട് പേ ചെയ്ത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. വീണ്ടും പിന്നീട് കാണാം.
നെക്സ്റ്റ് വീഡിയോയിൽ ബായ്.